ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഗീവ് അവേ റിസൾട്ട് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ റിസൾട്ട് എന്താന്ന് ഞാൻ ഇപ്പോ നോക്കിയിട്ടില്ല. കാരണം ഞാൻ അത് എടുത്തിട്ടില്ല. എത്ര 5 പേര് ആരൊക്കെയാണ് ഞാൻ സെലക്ട് ആക്കിയിട്ടില്ല. ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇപ്പൊ സമയം 5 മണിയാണ്. ഞാൻ ഇന്ന് 5 മണിക്ക് ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് 7 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുളിച്ച് വന്നിരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെയാണ് 5 പേരെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ബിടെക് ലാബിനെ കുറിച്ചാണ്. ലാബിന്റെ ഡീറ്റെയിൽസും ലാബിന്റെ എക്സാം ഒക്കെ എങ്ങനെയാണ് നടത്തുന്നത്, അപ്പൊ അങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇത് കമന്റ് പിക്കർ ഒരു ആപ്പാട്ടോ. അപ്പോൾ അതിൽ നമ്മളുടെ യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആളെ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ആള് @memesedit0 എന്നുള്ള ഒരു ഐഡിക്കാണ് കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യാം കേട്ടോ ഗൈസ്. രണ്ടാമത്തെ ആള് @അമൽജിത്ത്, അതാണ് സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത്. നമുക്ക് മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്യാം. @ബിൻസിയ1447 അങ്ങനെ ഒരു ഐഡിയാണ് മൂന്നാമത് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഫോർത്ത് പൊസിഷനിൽ ആരാന്ന് നോക്കാം. @തോയിബ PM അതാണ് ഫോർത്ത് പൊസിഷനിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഫിഫ്ത്ത് പൊസിഷൻ അത് BTS ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ BTSന്റെ ഒരാൾ നമുക്ക് കണ്ടുപിടിക്കണം. @BJ സെബാസ്റ്റ്യൻ. ഗൈസ്, അപ്പൊ ഞാൻ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടു കാണും. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെയാണ് ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ കട്ട് ചെയ്തേക്കുന്നത് BTS ആയിട്ടുള്ള ഒരാളെയും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. ലാസ്റ്റ് ഫിഫ്ത്ത് പൊസിഷനിൽ ഞാൻ ഒരാളെ കട്ട് ചെയ്തിട്ടാണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പൊ അതുവരെയുള്ള വീഡിയോസ് എല്ലാം ഞാൻ അപ്പ എടുത്തേക്കുന്നതാണ്. ആ BTSന്റെ ആളെ സെലക്ട് ചെയ്ത് മാത്രം കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം 5ാമത് സെലക്ട് ചെയ്ത ആള് BTSന്റെ അതിൽ വന്നിട്ടില്ലായിരുന്നു. സോ ആ ഒരു സാധനം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ സെലക്ട് ആയെന്ന് വിചാരിച്ച് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. ചില സംഭവങ്ങൾ മാത്രമുള്ള ആമസോൺ. അപ്പൊ മീഷോയിലെ ഡെലിവറി കുറച്ച് താമസമുണ്ട്. അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ഓർഡർ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ ആരെങ്കിലും എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റയിൽ, എന്റെ പേഴ്സണൽ ഇൻസ്റ്റയും യൂട്യൂബിന്റെ ഇൻസ്റ്റയും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനലിന്റെ. അപ്പൊ അവിടെ ചെന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒരു ഹായ് എന്ന് മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും. ഗീവ് അവേ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന memesedit0, അമൽജിത്ത്, ബിൻസിയ 1447, തോയിബ PM, BJ സെബാസ്റ്റ്യൻ, ഈ 5 പേര് നിങ്ങളുടെ കമന്റിന് ഞാൻ റിപ്ലൈ തരും സെലക്ടഡ് എന്നും പറഞ്ഞ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞെങ്കിലും നിങ്ങൾ എനിക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ ചെയ്യണം. ഇനിയിപ്പോ നിങ്ങൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് വേറെ ആൾക്ക് പോകുന്നതായിരിക്കും. അപ്പോ ഇൻസ്റ്റയിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും. എന്തായാലും ഒരു 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഗിഫ്റ്റ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി ഇതുപോലത്തെ ഗീവ് അവേ ഒക്കെ ഞാൻ നടത്തുന്നതായിരിക്കും. അതല്ല പറയാനുള്ളത്, എന്നെ കുറെ പേര് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കമന്റ് ബോക്സ് നോക്കിയാൽ കാണാം. ഏതോ ഒരു അത് വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അവർ എനിക്ക് കുറെ മെയിലിൽ നിന്ന് എന്നെ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷെയർ, അതുപോലെ തന്നെ ഈ സെലക്ട് ചെയ്ത 5 പേര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ള സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തത് ആർക്കാന്നുള്ള സ്ക്രീൻഷോട്ടും എനിക്ക് ഇൻസ്റ്റയിൽ അയക്കേണ്ടതാണ്. അപ്പൊ ഈ ക്രൈറ്റീരിയ ഒക്കെ ഒരു ചെയ്തോ ഞാൻ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അയക്കത്തുള്ളൂ. അപ്പോ നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യണം. അപ്പൊ ഇതുപോലെയുള്ള ഗീവ് അവേസ് ഞാൻ ഇനിയും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ കിട്ടാത്തവർ ആരും വിഷമിക്കണ്ട. ഇതുപോലത്തെ ഗീവ് അവേസ് ഇനിയും വരും. നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്താ, ഇനി നാളെ ഞാൻ പറഞ്ഞല്ലോ ബിടെക് ലാബിന്റെ വ്ലോഗ് ആണ് ഇടുന്നത്. അപ്പൊ അതും എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക. കൂടുതലും ഫസ്റ്റ് ഇയേഴ്സിന് എളുപ്പം എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് മിസ് ചെയ്യാതെ കാണുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.